ദുബൈ എന്ന് പറയുന്ന നാട്ടിലല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. എന്റെ മൈൻഡ് മൊത്തം തളർന്ന് കിടക്കുന്ന ഒരു സമയത്ത് എല്ലാ സമയത്തും നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഊരി പോരാന്ന് വിചാരിക്കാം. ദുബായിലൊന്നും അത് പറ്റേയില്ല. നമുക്ക് ഫെസിലിറ്റീസും കഴിഞ്ഞു. ഞാനേ സമയത്ത് എനിക്കൊന്നും കഥ അറിയില്ല. ബാക്കി അവരെന്നെ ഓന്റെ ബ്രദറും അവരെല്ലാം എല്ലാം ചെയ്തത്. പിന്നെ അവസാനം കൊണ്ട് എന്റെ ആൾക്ക് ഞാനെന്തോ അറിയുവാനും ചെയ്ത്. അപ്പോഴത്തേക്ക് അവരെന്നെ എന്തോ പേപ്പർ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഇല്ല. അവരെന്നെ അവരെ കുടുംബക്കാരോ ഈ ഒരു പേപ്പറെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ തലക്കിടാൻ വേണ്ടിയിട്ടും ഞാൻ കൊന്ന്. ആടെ തന്നെ മരിച്ച അന്ന് വീട്ടിലെത്തിയിട്ട് വരെ അന്ന് ഓളെ ബ്രദർ നീ കൊന്നെന്നുള്ളത് ഓളെ ആരെല്ലാം ഇവര് കുറെ ആള് കൂടിയിട്ട് ഒരു സംഭവമാക്കി. ഇവര് ഫുള്ള് ഫാമിലി മൊത്തം ഇതാന്ന്. സൂസൈഡ് ചെയ്ത ഒരാളെ പോസ്റ്റ്മോർട്ടം കഴിയാണ്ട് ഒരിക്കലും പുറം രാജ്യത്ത് നിങ്ങളുടെയൊക്കെ അയക്കൂല. അത് ഒന്നും നമുക്ക് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇവിടെ നാട്ടിലെത്തിയപ്പോ എന്താ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അടുത്ത ഫോറൻസിക് എടുത്ത പോസ്റ്റ്മോർട്ടം കറക്റ്റ് ചെയ്യാൻ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആടുന്ന് ഫോറൻസിക് ചെയ്ത് സംഭവം സെയിം അവിടെ നിന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒന്നും കൂടി ഇവര് ആദ്യമേ എനിക്ക് തോന്നുന്നു ഇവര് അങ്ങനെ അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. എന്നുവെച്ചെങ്കിൽ ഇത് വെറുതെ ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടും രണ്ടാമത് വെറുതെ കുത്തി ഇതാക്കിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബിലൂടെ വളരെ ഫേമസ് ആയ രണ്ട് താര ജോഡികളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മെഹനാസും അഥവാ റിഫയും. തീർച്ചയായിട്ടും റിഫയുടെ മരണത്തിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മനസ്സിനെ ഏതെങ്കിലും വിഷമിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആ റിഫയുടെ മരണം, അതുമായി സംഭവിച്ച മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ റിഫ മെഹനാസ് പുതിയ വിവാഹം കഴിച്ച് പുതിയ ജീവിതത്തെ കടന്നതിന് ശേഷം ഇപ്പോൾ സഫ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യയുമായി വന്നിട്ട് പഴയ കാര്യങ്ങൾ ന്യായീകരിച്ച് മെഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും താൻ കൊന്നതല്ല, അവൾക്ക് മറ്റൊരു ബന്ധം ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോയത് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടി മെഹനാസ് തയ്യാറാവുന്നു എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂവിൽ മെഹനാസ് പറയുന്നത് അതിനെ രണ്ടാമതും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നും അതുപോലെ തന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് കൊണ്ടുവന്നത് എന്നാണ് മെഹനാസ് അന്ന് പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തീർച്ചയായിട്ടും ഏതാനും രേഖകൾ അന്ന് തന്നെ അവിടുന്ന് ഫോറൻസിക് പരിശോധന മാത്രമാണ് കഴിഞ്ഞത് എന്ന് റിഫയുടെ വാപ്പ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിനുശേഷം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉത്തരവ് വാങ്ങിയതിന് ശേഷമാണ് രണ്ടാമതും ഇവിടുന്ന് റിഫയുടെ ബോഡി തുറന്നെടുത്ത് പരിശോധിച്ച് അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അന്ന് മെഹനാസ് അവിടുന്ന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ശേഷം അദ്ദേഹം പറഞ്ഞത് അവസാനം അയച്ച മെസ്സേജും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ കാണിച്ച് കൊടുക്കേണ്ടതില്ല, അങ്ങനെ കാണിച്ചാൽ പെട്ടെന്ന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ മെഹനാസ് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന് യാതൊരു സംശയവും തോന്നിയില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും മറ്റും കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഒരു സംശയം തോന്നുകയുണ്ടായി. എന്നാൽ മെഹനാസ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാൻ തീർച്ചയായിട്ടും അന്ന് തന്നെ റിഫയുടെ മൊബൈലും അതുപോലെ തന്നെ ബാക്കി ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം മെഹനാസ് എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള റിഫയുടെ വാപ്പ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അന്ന് പിന്നെ ബോഡീൻ്റെ കൂടെ കൊണ്ടുവന്ന മോളെ ഡ്രസ്സുകൾ പിന്നെ ഫോണ് അങ്ങനെയുള്ള സാധനം കംപ്ലീറ്റ് അവർ അന്ന് തന്നെ കൊണ്ടുപോയി. ബോഡി ഇങ്ങോട്ട് അയക്കാനൊക്കെ ബന്ധപ്പെട്ട ആളുകളായിട്ട് വിളിച്ചു നോക്കിയ സമയത്ത് പിന്നെ ഫസ്റ്റിലൊക്കെ ഒരു ഒഴിഞ്ഞു മാറി കളിച്ച് പിന്നെ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട്. മെഹനാസ് പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. മെഹനാസ് പറയുന്നുണ്ട് അവരുടെ സഹോദരൻ ഞാൻ കൊന്നു എന്ന രീതിയിലാണ് അന്ന് തന്നെ സംസാരിച്ചത് എന്ന്. തീർച്ചയായിട്ടും ഒരു പെങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ആങ്ങളുടെ വിഷമം എന്താണെന്ന് മെഹനാസിനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും മെഹനാസ് അന്ന് മേക്കപ്പ് ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന തിരക്കിലായിരുന്നു എന്ന് റിഫയുടെ സഹോദരൻ തന്നെ അന്ന് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സാഹചര്യ തെളിവുകൾ അന്ന് നമ്മുടെ മെഹനാസിനെതിരായി വന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊന്നത് തന്നെയാണ് എന്ന് നമ്മുടെ റിഫയുടെ സഹോദരൻ പറയാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു ആരോപണം നമ്മുടെ മെഹനാസ് ഇപ്പോൾ പുതുതായി ആരോപിക്കുന്നത് യാതൊരു കാരണവശാലും ഒരു തമാശയിൽ പോയും നമ്മുടെ റിഫ ഞാൻ പോയി മരിച്ചു കളയുമെന്ന് മെഹനാസിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും അവർ തമ്മിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു, 24 മണിക്കൂർ ഒന്നിച്ചായിരുന്നു, അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ട് ആ കുട്ടി പോയി മരണത്തിലേക്ക് പോയി എന്ന് തെളിയിക്കുന്ന ഏതാനും
അവരുടെ അവസാനത്തെ വാട്സാപ്പ് സന്ദേശങ്ങളും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളും കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യത്തിൽ ഒരു തീർപ്പ് കിട്ടുന്നതാണ്. അന്ന് തന്നെ റിഫ മെഹനാസിന് വീട്ടിലേക്ക് അയച്ച മെസ്സേജിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാരനായ ജംഷിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ കിടക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല, ഫാൻ ഓഫാക്കുന്നു, തന്നെ തോണ്ടുന്നു. അവർ രാവിലെ വരെ ഉറക്കൊഴിഞ്ഞിട്ട് മെഹനാസ് വരുന്നതുവരെ കാത്തിരുന്നു. എന്നാൽ മെഹനുണ്ട് എന്ന ധൈര്യത്തിലാണ് ഉറങ്ങുന്നത് എന്നൊരു മെസ്സേജ് തീർച്ചയായിട്ടും കേരളക്കാരെ ഒന്നും മറന്നു കാണാൻ സാധ്യതയില്ല. മെഹനാസ് അതൊക്കെ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. ആ ശബ്ദ സന്ദേശം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി. മേനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ ഞാൻ ബുർജ് ഖലീഫയിലൊക്കെ പോയി ക്ഷീണം കൊണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോയപ്പാണ് പിന്നെ ഈ ചങ്ങായി ജംഷാദ് ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത്, ഫാൻ ഓഫ് ആക്കുന്നത്, ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കത്ത് എണീറ്റ് നോക്കുമ്പോൾ രണ്ടെണ്ണത്തിനെ റൂമിൽ കാണുന്നില്ല. ഞാൻ മേനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് റൂമിൽ കിടന്നുറങ്ങുന്നുള്ളത്. ഇനി ജംഷാദ് എത്ര ഫ്രണ്ടായാലും ആക്കിയാലും ഒറ്റക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആൾക്കും നമുക്ക് എന്തെങ്കിലും തോന്നിയെന്നിരിക്കും. അപ്പോൾ ഞാൻ കിടക്കുന്നത് വെച്ചാൽ മേനു എന്നുള്ള ധൈര്യത്തിലാണ്. നോക്കുമ്പോൾ മേനുവിനെ കാണുന്നില്ല, രണ്ടെണ്ണം പോയി. എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ പൊലച്ച വരെ ഉറങ്ങാണ്ട് ഒരു വരുന്നവരെ കാത്തുന്നത്. കാരണം ജംഷാദ് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്ന ആർക്ക് അപ്പോഴാ മനസ്സിലാറാന്ന് അറിയാനില്ലല്ലോ. ഇതിന്റെ ഒന്നും ചിന്ത ഉണ്ടായ സംഭവം എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. അതുപോലെ തന്നെ അവസാനമായിട്ട് മെഹനാസിന്റെ കമ്പനിക്കാരന് റിഫ സംസാരിക്കുന്ന മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. മെഹനാസ് വളരെ വളരെ ക്രൂരമായ രീതിയിൽ നമ്മുടെ റിഫ എന്ന് പറയുന്ന കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നതിന് ഇതിൽ പരം യാതൊരു തെളിവും ആവശ്യമില്ല. അതുപോലെ തന്നെ തലയിലും കാലും എല്ലാം അടിക്കുന്നതിന് പുറമെ എവിടെയാണോ ശരീരത്തിൽ തളർന്നു പോകുന്നത് ആ ഭാഗങ്ങൾ നോക്കി മർദ്ദിക്കാൻ വളരെ വളരെ അതിൽ വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ മെഹനാസ് എന്ന രീതിയിൽ റിഫ അറിഞ്ഞ ഒരു വോയിസ് മെസ്സേജ് കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം ഈ വിരലിന്റെ ഈ കൂരില്ലേ, മറ്റേ നമ്മള് ഗുസ്തിയിലൊക്കെ കാണൂലേ, ഇത് തല്ലുന്നത്. അതുമായി ഇവിടെ ഒന്ന് ഏടക്ക നമുക്ക് ട്രെയിനുള്ള കൂടുതൽ ഇവിടെ നടുവിന് നമ്മളെ ശരീരം ഏടെ തളരുന്നു ആടെയാണ് തല്ലുന്നത്. മനസ്സിലൊരാളെ വെറുത്താല് അയാളെ ഒന്ന് കൈപ്പിടിക്കാൻ പോലും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മനസ്സിലാക്കും. എന്നെ മേനു ഇതിന്റെ ഇടക്ക് ചങ്ങായിന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു. ഞാൻ പിടിച്ചിട്ട് സത്യം പറഞ്ഞ ഇറിറ്റേഷൻ ആണ്. അന്നും മേനോടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാണുന്നത് ഇതൊന്നും അഭിനയിക്കാനാണോ? ഇത്ര കാലം വിചാരിച്ചിട്ട് ഞാൻ സൈക്കിളും മറ്റൊന്നും കേൾക്കുകയാണ്. 20 വയസ്സായിട്ടുള്ള എനിക്കിപ്പോ ഇനിയിപ്പോ കാലാകാലം മേനം ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ എന്തിന് ഞാനിങ്ങനെ ആളെ മുമ്പെന്ന് ഞാന് മേനോട് ഷൗട്ട് ചെയ്യൂല. അത് നീ മനസ്സിലാക്കുക. നമുക്ക് ആൾക്കാരെ അറിയിച്ചിട്ട് മേനോട് പറയിക്കേണ്ട ആവശ്യമില്ല. മേനിപ്പോ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതാണ് മേനുവിന്റെ അടുത്ത് ഒരുപാട് തെറ്റിട്ട് പലർക്കും ചാട്ടയിച്ചിട്ട് അവസരം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ട ഇത്ര പോലും ഇത് വലിയ വിഷയമാക്കിട്ട് അതന്നെ 8ാം ക്ലാസ്സിന്റെ കുട്ടിയല്ല. അതുകൊണ്ട് എനിക്കിപ്പോ എന്റേതായ കോൺഫിഡൻസ് ഉണ്ടിടാ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ള കോൺഫിഡൻസ്. എന്തെങ്കിലും ഒരു ജോബ് ആക്കിയാൽ മതി. മെഹനാസിന് മനസ്സിലായി കാണുമെന്ന് ഞങ്ങളും വിചാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് മെഹനാസിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നാണ് മെഹനാസ് പറയുന്നത്. ഏകദേശം ഇത്തരം ഈ 2 വോയിസുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടി ഒരുപാട് മർദ്ദനത്തിന് ഇരയായിരുന്നു. അതുകൊണ്ട് തന്നെ സഹിച്ച് എന്നിട്ടും അവസാന നിമിഷം വരെ മെഹനാസിനെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി. എന്നിട്ടും ആ കുട്ടി പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ മെഹനാസ് തയ്യാറായിരുന്നില്ല. അതിനുശേഷവും മെഹനാസ് അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നോക്കുകയും ചെയ്തിരുന്നു എന്നൊരു യാതൊരു സംശയവുമില്ലാത്ത തെളിവുകളാണ് ഇത്. തീർച്ചയായിട്ടും മെഹനാസ് ഇപ്പോൾ പറയുന്നുണ്ട് അവളുടെ ഡ്രസ്സുകളെല്ലാം പുതിയ ഈ ഭാര്യ ഇട്ട് വരുമ്പോൾ ജനങ്ങൾ അവരെ തെറി പറയുന്നു എന്ന്. തീർച്ചയായിട്ടും അവരുടെ ഡ്രസ്സുകൾ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് പുതിയ ഭാര്യ ഇട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും
അവർ തെറി പറയാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താനും തീർച്ചയായിട്ടും സാധ്യത കൂടുതലാണ്. അത് മെഹനാസ് ഇപ്പോൾ വിഷമിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും മെഹനാസ് അന്ന് ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ ഏകദേശം സംശയത്തിൻ്റെ നിഴലിലാണ്. എന്തിനാണ് ഇപ്പോഴും മരിച്ച് കബറിൽ കിടക്കുന്ന ആ കുട്ടിയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെയും സങ്കടപ്പെടുത്താൻ വേണ്ടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ പൊതുമധ്യത്തിൽ വന്ന് അദ്ദേഹം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും കൊണ്ട് എല്ലാം എന്താണ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഒരു തിരിച്ചറിവിലേക്ക് വരേണ്ടതാണ് എന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ഈ മണ്ടത്തരങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കേസിനെയും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെയും ബാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കാണാനും അതുപോലെ തന്നെ മറ്റും അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു കുട്ടി മെഹനാസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഇനി ഒരു മോന് കൂടിയാണ് ബാക്കിയുള്ളത്. അതിനെ കൂടി നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് മെഹനാസിന് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ കോടതിയിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം അവസാന ഘട്ടത്തിൽ കോടതി പറഞ്ഞു, കുട്ടി കൂടുതൽ സുരക്ഷിതമായി ഇരിക്കുന്നത് റിഫ എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ കൂടെയാണ് എന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കൂടെ ആ കുട്ടിയെ വിടുന്നത്. അല്ലാതെ മെഹനാസ് പറഞ്ഞതുപോലെ അവരുടെ വാപ്പയും ഉമ്മയും ആ കുട്ടിയെ പിടിച്ചു വെക്കുകയും ഒന്നുമല്ല. തീർച്ചയായിട്ടും മെഹനാസ് കെട്ടിച്ചമയ്ക്കുന്ന ഈ കഥകളിൽ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മെഹനാസ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും മെഹനാസിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ മെഹനാസ് എന്നോ അത് വെളിപ്പെടുത്തുമായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരം പ്രവൃത്തികളും ഇത്തരം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളും കൊണ്ട് അദ്ദേഹം തന്നെ പൊതുമധ്യത്തിൽ ഒരു വിഡ്ഢിയുടെ വേഷം കെട്ടുക എന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. റിഫയെ എന്തൊക്കെ പറഞ്ഞാണോ അദ്ദേഹം കബളിപ്പിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ എല്ലാം പറഞ്ഞ് കബളിപ്പിച്ച് വിശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തൊക്കെയായാലും കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയും റിഫയും അതുപോലെ തന്നെ മെഹനാസും തമ്മിലുള്ള കേസിൻ്റെ വിധി ഏകദേശം വരാനായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളമായി ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മെഹനാസിനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.